നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവിയാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ ICUയിൽ അഡ്മിറ്റഡ് ആണ് എന്നറിയുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു ICUയിലെ ദീർഘകാലത്തെ പരിചയത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ക്രിട്ടിക്കലി ഇല്ലാണെന്നോ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നോ ഒക്കെ അറിയുമ്പോൾ, ഒരു പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ കിടക്കുകയാണെന്ന് അറിയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. വളരെ പാനിക്കി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് സ്വയം കൺട്രോൾ ചെയ്ത് ഒന്ന് കാം ഡൗൺ ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ആരാണ് ചികിത്സിക്കുന്നത് എന്ന് കണ്ടെത്തുക, ഏത് വിഭാഗത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് കണ്ടെത്തുക. ICU ടീമിൽ ആരാണ് ഇൻറ്റൻസീവിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ്, അവരാരാണ് അവിടെ ഉള്ളത് എന്ന് കണ്ടെത്തുക. ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങളെ കോർഡിനേറ്റർ പോലെയുള്ള ആൾക്കാർ സഹായിക്കും. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, എന്താണ് മേജർ ഇഷ്യൂസ്, അതിൻ്റെ പ്ലാൻ എന്താണ് ICUവിൻ്റെ ടീമിൻ്റെയും. അല്ലെങ്കിൽ ബാക്കി പലപ്പോഴും ICUവിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും. ഒരു സിംഗിൾ ഓർഗനിലോ ഒരു സിംഗിൾ പോയിന്റിലോ നമ്മൾ OPയിലോ വാർഡിലോ കിടക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇങ്ങനത്തെ മീറ്റിങ്ങുകളുടെ ഉദ്ദേശം നമ്മൾ ഒരു ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാവുമെന്ന് മുൻകൂറായിട്ട് പറഞ്ഞ് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതല്ല. പലപ്പോഴും ഇതൊരു കോംപ്ലിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്തിട്ട് ആളുകൾക്ക് നമുക്കെല്ലാം ഒരേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്ന എന്നുള്ളതാണ് ഇങ്ങനത്തെ മീറ്റിങ്ങുകളുടെ ഉദ്ദേശം. പലപ്പോഴും ICU വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ പല കാരണങ്ങളുണ്ട്. ധാരാളം ടെസ്റ്റുകൾ, ധാരാളം സ്കാനുകൾ, പലതും അത് ആഡപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത കോസ്റ്റുകൾ വരെ പലപ്പോഴും പല പ്രൊസീജിയേഴ്സ് കയറി വരും. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് അതുമായിട്ട് രണ്ടുമായിട്ട് ഒരു കോസ്റ്റും ബെനിഫിറ്റും എങ്ങനെ പോകുന്നു എന്നുള്ളതും കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ എങ്ങനെയാണ് വിസിറ്റിൻ്റെ കാര്യം, എത്ര വിസിറ്റ് ചെയ്യുക, എത്ര സമയം നിൽക്കാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും എന്താണ് ICUവിൻ്റെ ഒരു പോളിസി എന്ന് കണ്ടെത്തുക. എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സമയം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെങ്കിൽ അതിനുള്ള സൗകര്യം കിട്ടുമോ എന്ന് നോക്കുക. രോഗിയുടെ അടുത്തെത്തുമ്പം രോഗി ഈവൺ അബോധാവസ്ഥയിലാണെങ്കിൽ പോലും അവരെ പിടിക്കുക, അവരെ കൈ പിടിക്കുക, അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അവരെത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ആ രോഗിക്ക് ചിലപ്പോൾ സഹായകരമായിട്ട് വരാം. എല്ലാ ആളുകളെയും രക്ഷിക്കാൻ ICUകൾക്ക് പറ്റില്ല എന്നും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരാളെ രക്ഷിച്ചുകൊണ്ട് പ്രയോജനം എത്രത്തോളം ഉണ്ടെന്ന് ചോദ്യം വരുമ്പം ഒരു എൻഡ് ഓഫ് ലൈഫ്, എല്ലാവർക്കും നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് സമാധാനപരമായിട്ടൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഒരു എക്സിറ്റ്, ഒരു മരണസാധ്യത ഉണ്ടെങ്കിൽ രോഗികൾക്ക് കൂടെ നിൽക്കാനോ അതിനുള്ള ഒരു സാധ്യതകൾ നോക്കുക. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ മനസ്സിലാക്കുക, ടീമിനെ ട്രസ്റ്റ് ചെയ്യുക. ഒപ്പീനിയൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ മേടിക്കണമെങ്കിൽ അത് ചോദിച്ച് മേടിക്കുക. സെക്കൻഡ് ഒപ്പീനിയൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ വേറെ എക്സ്പേർട്സിനോട് സംസാരിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ബി വിത്ത് ദ ടീം, ജെൽ വിത്ത് ദ ടീം ആൻഡ് ട്രസ്റ്റ് ദ ടീം. അങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകാൻ പറ്റുക. അതിനകത്ത് നന്ദി.